നമസ്കാരം. സ്വർണമാണ് കെയർഫുൾ. ഗൾഫിൽ നിന്ന് ഇനി സ്വർണം കൊണ്ടുവരാം, നമുക്ക് പേടിക്കാതെ തന്നെ. ഗൾഫിൽ നിന്ന് ഇനി സ്വർണം പേടിക്കാതെ കൊണ്ടുവരാം എന്നൊരു സന്തോഷ വർത്തമാനമുണ്ട് കേട്ടോ. പ്രവാസികൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു വർത്തമാനമാണ്. കസ്റ്റംസ് നിയമം മാറുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കാൻ പോകുന്നത്. യുഎഇയിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന മാറ്റങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്. അതായത് ഇനി വിവാഹ സീസണുകളിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾക്ക് ഉപകാരമാകുന്ന രീതിയിലുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് യുഎഇ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ കസ്റ്റംസ് സംവിധാനത്തിൽ സമഗ്രമായിട്ട് ഒരു പരിഷ്കരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൂചന നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് എന്നുള്ളത്. വളരെ കാര്യക്ഷമമായിട്ടുള്ളൊരു നീക്കമാണ്. മാത്രമല്ല പലർക്കും ഗുണകരമാകുന്ന സന്തോഷകരമാകുന്ന ഒരു നീക്കം. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതും കാലഹരണപ്പെട്ടതുമായിട്ടുള്ള ഡ്യൂട്ടി ഫ്രീ ഗോൾഡ് അലവൻസ് കാരണം സ്വർണ്ണാഭരണങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾക്കാണ് ഇതോടുകൂടി പരിഹാരമാകാൻ പോകുന്നത്. ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന വരുമാനം, പണപ്പെരുപ്പം, ഗൾഫ് ഇന്ത്യ യാത്രകൾക്ക് അനുകൂലമായിട്ടുള്ള നിലവിലെ നിയമങ്ങൾ പുതുക്കണമെന്ന പ്രവാസികളുടെ ദീർഘകാലമായിട്ടുള്ള ആവശ്യം ഒക്കെയാണ് ഈ പ്രഖ്യാപനത്തോടു കൂടി യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കൂടാതെ ഇത് കസ്റ്റംസ് പരിശോധനകളിലെ അസ്വസ്ഥത കുറയ്ക്കുവാനും അതുപോലെ തന്നെ നിയമങ്ങൾ കൂടുതൽ ലളിതവും സുതാര്യവുമാക്കാനുമായിട്ടാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. ധനമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഈ കസ്റ്റംസ് പരിഷ്കരണം അവരുടെ അടുത്ത വലിയ ശുദ്ധീകരണ ദൗത്യമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് ആദായ നികുതി, GST തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ മുൻ പരിഷ്കാരങ്ങൾക്ക് സമാനമായിരിക്കുമെന്ന് കൂടി ഇത് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ യുഎഇയിൽ നിന്ന് സ്വർണം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഡ്യൂട്ടി ഫ്രീ അലവൻസ് പുരുഷന്മാർക്ക് 20 ഗ്രാമാണ്, സ്ത്രീകൾക്ക് അത് 40 ഗ്രാം എന്നിങ്ങനെയാണുള്ളത്. എന്നാൽ പുതിയ പരിഷ്കരണത്തിലൂടെ ഈ അലവൻസ് വർദ്ധിപ്പിക്കുകയും ഒപ്പം വർദ്ധിച്ചു വരുന്ന വരുമാനത്തിനും പണപ്പെരുപ്പത്തിനും അനുസരിച്ചിട്ട് അത് നവീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാനുള്ള ഒരു സാധ്യത അത് ഏറെയാണ്. ഇത് പ്രവാസികൾക്ക് നികുതി നൽകേണ്ടി വരുന്ന സ്വർണത്തിന്റെ അളവ് കുറയ്ക്കുവാൻ സഹായിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കൂടാതെ സ്വർണം എത്ര അളവിൽ ഏത് രൂപത്തിൽ കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് കൂടുതൽ സുതാര്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറക്കാൻ പോവുകയാണ്. ഇത് കസ്റ്റംസ് അധികൃതരുമായിട്ട് വിമാനത്താവളങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള തർക്കങ്ങൾ കുറയ്ക്കുകയും ഒപ്പം തന്നെ ആൾക്കാർക്ക് വലിയ അസ്വസ്ഥതകളൊന്നും ഉണ്ടാകാതെ പോകുവാൻ, യാത്ര ചെയ്യുവാനും ഇത് സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. NRIകൾക്ക് കസ്റ്റംസ് പരിശോധനകൾ ഒരു ഭാരമായിട്ട് മാറിയിരിക്കുകയാണ്. അത് നമുക്കറിയാമല്ലോ. അത്തരത്തിൽ തന്നെയാണ് അത് നടപ്പിലാക്കുന്നത്. അപ്പോൾ അതിനാൽ തന്നെ ഈ നിയമങ്ങൾ ലളിതമാക്കുന്നതിലൂടെ നമുക്ക് കസ്റ്റംസ് പ്രക്രിയകളൊക്കെ എളുപ്പമുള്ളതും ഒപ്പം തന്നെ ഭയരഹിതവുമായിട്ട് മാറും എന്നുള്ള പ്രത്യേകത കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. യുഎഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികൾ നിയമപരമായിട്ട് കൂടുതൽ സ്വർണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഇത് പ്രോത്സാഹനമാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഇത് രാജ്യത്തേക്ക് കൂടുതൽ വിദേശ നാണയം എത്താൻ സഹായിക്കുകയും ഒപ്പം തന്നെ സ്വർണത്തിന്റെ അനധികൃതമായിട്ടുള്ള കള്ളക്കടത്ത് അത് കുറയ്ക്കാൻ കാരണമാവുകയും ചെയ്യും എന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. കാരണം കുറച്ച് കൂടുതൽ റെസ്ട്രിക്ഷൻ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ അത് കടത്തുവാൻ തോന്നുന്നത്. പകരം കൂടുതൽ അവിടെ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തീരുവ അടക്കമുള്ള കാര്യങ്ങളിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകാം. ചിലപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള തീരുവകൾ ഉണ്ടാകാം. കാരണം ഇൻട്രസ്റ്റ് റേറ്റിൽ കുറവ് തീരുവ കൂടുതൽ കൊടുക്കേണ്ടി വരികയൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തീരുമാനമെടുക്കും. ഒപ്പം തന്നെ ഇന്ത്യ അതിന് ഉപോത്ബലകമായിട്ട് NRIക്കാർക്ക് വലിയ ഭാരമല്ലാത്ത രീതിയിൽ നവീകരിക്കുവാനുള്ള ശ്രമമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫ് മലയാളികൾക്ക് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് ഇതൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് എന്ന് പറയാം. കാരണം ഇതുവരെ സ്വർണം കൊണ്ടുവരുന്നത് സ്വർണ്ണ കൊള്ളക്കടത്താണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇനി വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ടുള്ള തുകയ്ക്ക് നിങ്ങൾക്ക് സ്വർണം അവിടുന്ന് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലേക്ക് നിയമങ്ങൾ മാറാൻ പോകുന്നു, അല്ലെങ്കിൽ കസ്റ്റംസ് നിയമങ്ങളിൽ മാറ്റമുണ്ടാകാൻ പോകുന്നു. ഇത് ഗൾഫുകാർക്ക് ഒരു സന്തോഷ വർത്തമാനമാണ്.